നമസ്കാരം. ജ്യോതിഷപ്രകാരം 27 നക്ഷത്രങ്ങൾക്കും വിഭിന്നമായ സ്വഭാവ സവിശേഷതകൾ പരാമർശിച്ചിട്ടുള്ളതാകുന്നു. അത്തരത്തിൽ അനിഴം നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ അനിഴം നക്ഷത്രക്കാർക്ക് തേടിയെത്താവുന്ന ചില ഐശ്വര്യങ്ങളുണ്ട് എന്ന് തന്നെ പറയാം. അത്തരത്തിൽ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുന്ന ചില സൗഭാഗ്യങ്ങളെക്കുറിച്ച് ഐശ്വര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ പൊതുഫലപ്രകാരം പറയുന്ന കാര്യങ്ങളാകുന്നു. ഓരോ നക്ഷത്രക്കാരുടെയും ജാതകപ്രകാരം വ്യത്യാസങ്ങൾ വന്നു ചേരും എങ്കിൽ പോലും പൊതുവെ എല്ലാ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ഒരു 70-80% വ്യക്തികൾക്കും ഇത്തരത്തിൽ പരാമർശിക്കുന്ന പൊതുഫലങ്ങൾ വന്നു ചേരുന്നു എന്നതാണ് വാസ്തവം. അത്തരത്തിൽ അനിഴ നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ബുധനാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ വിഷ്ണു പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണ് എങ്കിൽ കുടുംബത്തിനു വേണ്ടി ഊണും ഉറക്കവും ഒഴിച്ച് പ്രയത്നിക്കുവാൻ തയ്യാറാകുന്നവരും അത്തരത്തിൽ പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കുന്നവരുമാണ് ഇവർ. കുടുംബത്തിനു വേണ്ടി എന്ത് തരത്തിലുള്ള ത്യാഗവും ഇവർ സഹിക്കുന്നവരാണ് എന്നതാണ് അനിഴ നക്ഷത്രക്കാരുടെ പ്രത്യേകത. അതിനാൽ അനിഴ നക്ഷത്രക്കാർ വീടുകളിലുണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള ഫലങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാകുന്നു, അവരുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരുന്നതാകുന്നു. എത്ര ദുരിതത്തിലാണ് എങ്കിൽ പോലും, അത് സന്തോഷത്തിലാണ് എങ്കിലും ദുരിതത്തിലാണ് എങ്കിലും ഒപ്പം നിൽക്കുന്നവരാണ് ഇവർ. ഒരേപോലെ ആരുടെയും കൂടെ ദുഃഖത്തിലും ദുരിതത്തിലും നിൽക്കുന്നവർ എന്ന പ്രത്യേകതയും അനിഴം നക്ഷത്രക്കാർക്ക് ഉള്ളതാകുന്നു. ഇതവരുടെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ട വ്യക്തികൾക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാക്കുന്നു. എന്നാൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും ചില അവസരങ്ങളിൽ പെട്ടെന്ന് വിഷമം ബാധിക്കുന്നവരാകുന്നു. പറയുമ്പോൾ ചെറിയ കാര്യമാണ് എങ്കിൽ പോലും അതിവരുടെ മനസ്സ് വളരെയധികം വിഷമിപ്പിക്കും എന്നതാണ് വാസ്തവം. അതേപോലെ തന്നെ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് സന്തോഷിക്കുന്നവരുമാണ് അനിഴം നക്ഷത്രക്കാർ. അതും ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാകുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും മനസ്സിൽ വളരെയധികം സന്തോഷം നിറയ്ക്കുന്നവരാണ് എന്നത് അനിഴം നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയായി തന്നെ പറയാം. ഈശ്വരാധീനം ജീവിതത്തിൽ വളരെയധികം വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ വന്നു ചേരുന്ന വ്യക്തികളാണ് അനിഴം നക്ഷത്രക്കാർ. അത് ഇവരുടെ ഒരു പ്രത്യേകതയായി തന്നെ പറയാം. ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നവരും ഈശ്വരാധീനത്താൽ വളരെയധികം നേട്ടങ്ങൾ, ഉയർച്ച ജീവിതത്തിലേക്ക് കടന്നു വരുന്നവരുമാണ് അനിഴം നക്ഷത്രക്കാർ. കൈനീട്ടം നൽകുവാൻ ഏറ്റവും ഉത്തമമായ നക്ഷത്രം. അതിനാൽ തന്നെ മറ്റുള്ളവർക്ക് ഇവരാൽ സൗഭാഗ്യം വന്നു ചേരും എന്ന് തന്നെ പറയാം. പല അവസരങ്ങളിലും ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നിട്ടുള്ളതാകുന്നു. അതിനാൽ കൈനീട്ടം നൽകുവാനും ആദ്യ കച്ചവടം ഇവർക്ക് നൽകുന്നതിലൂടെ പോലും കച്ചവടവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ലാഭങ്ങൾ വന്നു ചേരും എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവരുടെ കൈകളിലേക്ക് ധനം വന്ന് ചേരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഇവരുടെ കൈകളിലേക്കും ധനം വന്ന് ചേരുന്നവരാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം ഇവരുടെ കൈകളിലേക്ക് വന്ന് ചേരുന്നതാണ്. അതിനാൽ തന്നെ പല കാര്യങ്ങളും ജീവിതത്തിൽ നേടുവാൻ അല്പം വൈകിയാണ് എങ്കിൽ പോലും ഇവർക്ക് സാധിക്കും എന്നതാണ് വാസ്തവം. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗവും എന്ത് കാര്യവും അവർക്ക് വേണ്ടി ചെയ്യുന്നവരാണ് അനിഴം നക്ഷത്രക്കാർ. അവർക്കൊപ്പം നിൽക്കുന്നവരും അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുകയും ആ കാര്യങ്ങൾ നിറവേറ്റുവാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് പൊതുവെ അനിഴം നക്ഷത്രക്കാർ എന്ന് തന്നെ പറയാം. പൊതുവെ നോക്കുകയാണ് എങ്കിൽ അനിഴം നക്ഷത്രക്കാർക്ക് ധാരാളം സുഹൃത്തുക്കൾ വന്ന് ചേരുന്നതാകുന്നു. പല അവസരങ്ങളിലും സുഹൃത്ത് ബന്ധങ്ങൾ വളരെയധികം വർദ്ധിക്കുന്നതാകുന്നു. കൂടാതെ നന്നായി സംസാരിക്കുവാൻ സാധിക്കുന്നവരും ഓർമ്മശക്തി വളരെയധികം ഉള്ളവരുമാണ് ഇവർ. മറ്റുള്ളവരെ ഏത് കാര്യവും നന്നായി സംസാരിച്ച് അവരുടെ മനസ്സിൽ ഒരിടം നേടിയെടുക്കുവാൻ, അവർക്ക് കാര്യങ്ങൾ കൃത്യമായി തന്നെ ബോധിപ്പിക്കുവാൻ സാധിക്കുന്നവരാണ് അനിഴം നക്ഷത്രക്കാർ. ഓർമ്മശക്തി പ്രത്യേകതയാണ് എന്ന് തന്നെ പറയാം.
ഏത് കാര്യവും മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് ഇവർ എന്ന് തന്നെ പറയാം. കൂടാതെ ജീവിതത്തിൽ കഠിനാധ്വാനം ചെയ്യുവാൻ സാധിക്കുന്നവരും അത്തരത്തിൽ ഒരു മനസ്സുള്ളവരുമാണ് പൊതുവെ അനിഴ നക്ഷത്രക്കാർ എന്നതും ഇവരുടെ പ്രത്യേകതയായി തന്നെ പറയാം. ഏത് പണിയും ഏതൊരു കാര്യവും യാതൊരുവിധ മടിയും കൂടാതെ ചെയ്യുന്നവരാണ് ഇവർ. അതിനാൽ ഏവർക്കും ഇവരുടെ ഈ സ്വഭാവ സവിശേഷതകൾ ഇഷ്ടപ്പെടും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു. കൂടാതെ ചില സവിശേഷതകൾ ഇവർക്കുണ്ട്. ഗുരുഭക്തി ഇവരുടെ ഒരു പ്രത്യേകതയാകുന്നു. ഗുരുക്കളുടെ ഗുരുസ്ഥാനീയരായ വ്യക്തികളുടെ മനസ്സ് വിഷമിപ്പിക്കുവാൻ ഇവർ ഒരിക്കലും താല്പര്യപ്പെടുന്നവരല്ല. അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്ത് നൽകുന്നവരാണ് എന്നത് പ്രത്യേകതയായി തന്നെ പറയാം. മറ്റുള്ളവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരാണ് ഇവർ. പെട്ടെന്ന് മറ്റുള്ളവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്നവരല്ല അനിഴം നക്ഷത്രക്കാർ എന്നതും ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാകുന്നു. ഏത് കാര്യത്തിനും 100% ആത്മാർത്ഥത പുലർത്തുന്നവരാണ് അനിഴം നക്ഷത്രക്കാർ. ഇത് അനിഴം നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയായി തന്നെ പറയാം. പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യുകയും ആ കാര്യങ്ങളിൽ പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കുന്നവരുമാണ് പൊതുവെ അനിഴം നക്ഷത്രക്കാർ. ഇവരുടെ പ്രവൃത്തികൾ മറ്റുള്ളവർ പ്രശംസിക്കപ്പെടുക തന്നെ ചെയ്യും, അഥവാ മറ്റുള്ളവരാൽ പ്രശംസിക്കപ്പെടുന്നതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. ഇപ്പോൾ ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും അതിൻ്റെ അർത്ഥം ഇനി ഒരിക്കലും ചെയ്യുവാൻ സാധിക്കില്ല എന്നല്ല. അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ സുഹൃത്തുക്കൾ വർദ്ധിക്കും എങ്കിൽ പോലും നല്ല സുഹൃത്തുക്കളെ ലഭിക്കുക എന്നത് ഏവരും ആഗ്രഹിക്കുന്ന കാര്യമാകുന്നു. അത്തരത്തിൽ നിരവധിയാർന്ന സുഹൃത്തുക്കളെ, നല്ല സുഹൃത്തുക്കളെ നിങ്ങൾക്ക് പല അവസരങ്ങളിലായി ലഭിക്കും. ജീവിതത്തിലെ മുന്നോട്ടുള്ള യാത്രയിൽ ഇത്തരത്തിൽ നിരവധി നല്ല സുഹൃത്തുക്കൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകും എന്ന് തന്നെ പറയാം. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അച്ഛനുമായി ബന്ധപ്പെട്ടും അനുകൂലമായ പല കാര്യങ്ങളും ജീവിതത്തിൽ തുടർച്ചയായി തന്നെ സംഭവിക്കുന്നതാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് വിഷമതകൾ, ദുരിതങ്ങൾ ഉണ്ട് എങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ വഴിമാറിപ്പോകുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പൊതുഫലപ്രകാരം സന്താനങ്ങളാൽ വളരെയധികം സന്തോഷം, ഉയർച്ച എന്നിവ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നക്ഷത്രക്കാരാണ് പൊതുവെ അനിഴം നക്ഷത്രക്കാർ എന്ന് തന്നെ പറയാം. അതിനാൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നേതൃസ്ഥാനം ലഭിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അത് വളരെയധികം ശോഭിക്കുവാൻ സാധിക്കുന്ന മേഖലയായി മാറും. കൂടാതെ ജീവിതത്തിൽ നേതൃസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നതാകുന്നു. നിങ്ങളുടെ കഴിവ് മറ്റുള്ളവർ മനസ്സിലാക്കുകയും നേതൃസ്ഥാനങ്ങളിലേക്ക് എത്തുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അല്പം താമസിച്ചാണ് എങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ ഉയർച്ച നേടുവാൻ സാധിക്കണം എന്നില്ല. അതായത് ഒരു സുപ്രഭാതത്തിൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് സൗഭാഗ്യങ്ങൾ തേടിയെത്തണം എന്നില്ല. പല കഷ്ടതകളും ദുരിതങ്ങളും നിങ്ങൾ അനുഭവിക്കുന്നതാകുന്നു. അത്തരത്തിലുള്ള ഫലങ്ങളാണ് പൊതുവെ അനിഴം നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് പറയുവാൻ സാധിക്കുക. ആ ദുരിതങ്ങളും കഷ്ടതകളും അനുഭവിക്കുകയും എന്നാൽ ഇഷ്ടദേവതയിലും നിങ്ങളുടെ കുടുംബദേവതയിലും അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ഈ കഷ്ടതകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വളരെയധികം മാറുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്ന് ചേരുകയും ചെയ്യും. അതിനാൽ തന്നെ ഇപ്പോൾ കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിക്കുന്ന അനിഴം നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും മനസ്സിലാക്കുക, ഒരിക്കലും ഇത്തരത്തിൽ നിത്യവും നിങ്ങൾക്ക് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുന്നതല്ല. മുൻപ് പരാമർശിച്ച സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി എത്തുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്ന് ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. അനിഴ നക്ഷത്രക്കാരായ കുട്ടികൾ ജനിക്കുമ്പോൾ കുടുംബത്തിൽ വിചാരിച്ചതുപോലെ തന്നെ ഉയർച്ച വന്ന് ചേരണം എന്നില്ല. ചില പ്രയാസങ്ങളും കഷ്ടതകളും കുട്ടി ചെറുതായിരിക്കുമ്പോൾ തന്നെ കുടുംബത്തിൽ വന്ന് ചേരാവുന്നതാണ്. ഓരോ നക്ഷത്രക്കാരുടെയും ജാതകപ്രകാരം വ്യത്യാസങ്ങൾ വന്ന് ചേരും എങ്കിൽ പോലും
ഇത്തരത്തിൽ ചില കഷ്ടതകൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അച്ഛൻ, അമ്മ, അതേപോലെ തന്നെ കുടുംബവുമായി ബന്ധപ്പെട്ടും അത്ര ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കണം എന്നില്ല. എന്നാൽ ശേഷം കുട്ടി വളർന്നതിന് ശേഷം ഈ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ എല്ലാം തന്നെ കുട്ടിയായി തന്നെ വീണ്ടെടുക്കുന്നതാകുന്നു. നഷ്ടപ്പെട്ടു പോയ പ്രതാപം, ധനം, അത്തരത്തിൽ കുട്ടിയാൽ സാധിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും. അത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തിരികെ വീടുകളിലേക്ക് കൊണ്ടുവരുവാൻ തൻ്റെ അച്ഛനും അമ്മയ്ക്കും കുടുംബാംഗങ്ങൾക്കും നൽകുവാൻ കെൽപ്പുള്ളവരാണ് അനിഴം നക്ഷത്രക്കാർ എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ അനിഴ നക്ഷത്രക്കാരായ കുട്ടികൾ വീടുകളിലുണ്ട് എങ്കിൽ അവർ വളരുന്നതിനോടൊപ്പം നിങ്ങളുടെ സാമ്പത്തിക ശേഷിയും വർദ്ധിക്കുന്നതാകുന്നു. അല്ലെങ്കിൽ ഉയർച്ച നേടുവാൻ സഹായകരമായ നിരവധിയാർന്ന അവസരങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പറയാം. അനിഴ നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് പരാമർശിക്കാനായിട്ടുള്ളത്. തീർച്ചയായും അനിഴ നക്ഷത്രക്കാർ ഇഷ്ടദേവതയെയും അതേപോലെ തന്നെ നിങ്ങളുടെ കുടുംബ ദേവതയെയും ആരാധിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു കാര്യമാണ് എങ്കിൽ പോലും അത് തടസ്സങ്ങൾ കൂടാതെ നടക്കുകയും സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്ന് ചേരുകയും ചെയ്യുന്നതാകുന്നു. ഏവർക്കും ശുഭകരമായ ദിവസങ്ങൾ വന്ന് ചേരട്ടെ, വന്ന് ഭവിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു.